Toon Bells. ഒരീച്ച തറ ചാണകം മെഴുകാൻ തുടങ്ങി. ആ ജോലിയിൽ മുഴുകിയിരിക്കെ അവൾ സ്വന്തം പേര് തന്നെ മറന്നുപോയി. എന്റെ പേരെന്താണ്? ഒരു ഉത്സവ ദിവസം ഒരീച്ച തറ ചാണകം മെഴുകാൻ തുടങ്ങി. ആ ജോലിയിൽ മുഴുകിയിരിക്കെ അവൾ സ്വന്തം പേര് തന്നെ മറന്നുപോയി. എന്റെ പേരെന്താണ്? അവൾ എല്ലാവരോടും ചോദിച്ചുകൊണ്ട് അങ്ങുമിങ്ങും പറക്കാൻ തുടങ്ങി. ഒരു മരച്ചുവട്ടിലിരിക്കുന്ന പാവപ്പെട്ട വയസ്സായ മുത്തശ്ശിയെ കണ്ട് അവൾ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. പാവപ്പെട്ട വയസ്സായ മുത്തശ്ശി, നിങ്ങൾക്ക് എന്റെ പേരറിയാമോ? എനിക്ക് നിന്റെ പേരറിയില്ല, എന്റെ മകനോട് ചോദിക്കും. പാവപ്പെട്ട ആ മുത്തശ്ശിയുടെ മറുപടി കേട്ട് ഈച്ച മുത്തശ്ശിയുടെ മകന്റെ അടുത്തേക്ക് പറന്നു ചെന്നു. പാവപ്പെട്ട വയസ്സായ മുത്തശ്ശി, ഓ മുത്തശ്ശിയുടെ മകനെ, നിനക്ക് എന്റെ പേരറിയാമോ? എനിക്ക് നിന്റെ പേരറിയില്ല, എന്റെ കയ്യിലുള്ള മഴുന്നിനോട്. പാവപ്പെട്ട വയസ്സായ മുത്തശ്ശി, മുത്തശ്ശിയുടെ മകനെ, ഓ മകന്റെ മഴുവേ, നിനക്ക് എന്റെ പേരറിയാമോ? എനിക്ക് നിന്റെ പേരറിയില്ല, ഞാനിപ്പോൾ മുറിച്ച മരത്തോടും ചോദിക്കൂ. മുത്തശ്ശിയുടെ മകന്റെ വാക്ക് കേട്ട് ഈച്ച മഴുന്നിന്റെ, അതായത് കോടാലിയുടെ അടുത്തേക്ക് പോയി. പാവപ്പെട്ട വയസ്സായ മുത്തശ്ശി, മുത്തശ്ശിയുടെ മകനെ, മുത്തശ്ശിയുടെ മകന്റെ മഴുവേ, ഓ മഴുകൊണ്ട് മുറിച്ച മരമേ, നിനക്ക് എന്റെ പേരറിയാമോ? എനിക്ക് നിന്റെ പേരറിയില്ല, എന്റെ കൊമ്പിലിരിക്കുന്ന പക്ഷികളോട് ചോദിക്കൂ. മരം മറുപടി നൽകിയ ശേഷം ഈച്ച മരക്കൊമ്പിലിരിക്കുന്ന പക്ഷികളുടെ അടുത്തേക്ക് പറന്നു ചെന്നു. പാവപ്പെട്ട വയസ്സായ മുത്തശ്ശി, മുത്തശ്ശിയുടെ മകനെ, മുത്തശ്ശിയുടെ മകന്റെ മഴുവേ, മഴുകൊണ്ട് മുറിച്ച മരമേ, ഓ മരത്തിലിരിക്കുന്ന പക്ഷികളെ, നിങ്ങൾക്ക് എന്റെ പേരറിയാമോ? ഞങ്ങൾക്ക് നിന്റെ പേരറിയില്ല, ഞങ്ങൾ വെള്ളം കുടിക്കുന്ന ആ കുളത്തിനോട് ചോദിക്കൂ. പക്ഷികളുടെ വാക്ക് കേട്ട് ഈച്ച കുളത്തിനടുത്തേക്ക് പറന്നു ചെന്നു. പാവപ്പെട്ട വയസ്സായ മുത്തശ്ശി, മുത്തശ്ശിയുടെ മകനെ, മുത്തശ്ശിയുടെ മകന്റെ മഴുവേ, മഴുകൊണ്ട് മുറിച്ച മരമേ, മരത്തിലിരിക്കുന്ന പക്ഷികളെ, ഓ പക്ഷികൾ, വെള്ളം കുടിക്കുന്ന കുളമേ, നിനക്കെന്റെ പേരറിയാമോ? എനിക്ക് നിന്റെ പേരറിയില്ല, എന്നിൽ നീന്തുന്ന ആ മീനുകളോട് ചോദിക്കൂ. കുളം പറഞ്ഞത് കേട്ട ശേഷം ഈച്ച മീനിന്റെ അടുത്തേക്ക് പോയി. പാവപ്പെട്ട വയസ്സായ മുത്തശ്ശി, മുത്തശ്ശിയുടെ മകൻ, മകന്റെ മഴു, ആ മഴുകൊണ്ട് മുറിച്ച മരം, മരത്തിലിരിക്കുന്ന പക്ഷികൾ, പക്ഷികൾ വെള്ളം കുടിച്ച കുളം, ഓ വെള്ളത്തിൽ നീന്തുന്ന മീനെ, നിനക്കെന്റെ പേരറിയാമോ? എനിക്ക് നിന്റെ പേരറിയില്ല, എന്നെ പിടിക്കാൻ കരയിലൂടെ നടക്കുന്ന ആ കൊക്കിനോട് ചോദിക്കൂ. മീനിന്റെ മറുപടി കേട്ട് ഈച്ച പറന്ന് ആ കൊക്കിന്റെ അടുത്തേക്ക് പോയി. പാവപ്പെട്ട വയസ്സായ മുത്തശ്ശി, മുത്തശ്ശിയുടെ മകൻ, മകന്റെ മഴു, ആ മഴുകൊണ്ട് മുറിച്ച മരം, മരത്തിലിരിക്കുന്ന പക്ഷികൾ, പക്ഷികൾ വെള്ളം കുടിച്ച കുളം, വെള്ളത്തിൽ കഴിയുന്ന മീൻ, ഓ ആ മീനിനെ പിടിക്കാൻ നോക്കുന്ന കൊക്കെ, നിനക്ക് എന്റെ പേരറിയാമോ? എനിക്ക് നിന്റെ പേരറിയില്ല, കുറച്ചുകൊണ്ട് എന്നെ പേടിപ്പിക്കുന്ന ആ പട്ടിയോട് ചോദിക്കൂ. കൊക്കിന്റെ വാക്ക് കേട്ട് ഈച്ച പറന്ന് ആ പട്ടിയുടെ അടുത്തേക്ക് പോയി. പാവപ്പെട്ട വയസ്സായ മുത്തശ്ശി, മുത്തശ്ശിയുടെ മകൻ, മകന്റെ മഴു, ആ മഴുകൊണ്ട് മുറിച്ച മരം, മരത്തിലിരിക്കുന്ന പക്ഷികൾ, പക്ഷികൾ വെള്ളം കുടിച്ച കുളം, വെള്ളത്തിൽ കഴിയുന്ന മീൻ, മീനിനെ പിടിക്കാൻ നോക്കുന്ന കൊക്ക്, ഓ കൊക്കിനെ പേടിപ്പിക്കുന്ന പട്ടി, നിനക്ക് എന്റെ പേരറിയാമോ? എനിക്ക് നിന്റെ പേരറിയില്ല, എന്റെ ഉടമസ്ഥനായ ആ കൊച്ചു പയ്യനോട് ചോദിക്കൂ. പട്ടി കുരച്ചതിന് ശേഷം ഈച്ച പറന്ന് ആ ചെറിയ കുട്ടിയുടെ അടുത്തേക്ക് പോയി. പാവപ്പെട്ട വയസ്സായ മുത്തശ്ശി, മുത്തശ്ശിയുടെ മകൻ, ആ മകന്റെ കോടാലി, ആ കോടാലി കൊണ്ട് വെട്ടിയ മരം, മരത്തിലിരുന്ന പക്ഷികൾ, പക്ഷികൾ കുടിച്ച കുളത്തിലെ വെള്ളം, വെള്ളത്തിൽ വാഴുന്ന ആ മീൻ, മീനിനെ പിടിക്കാൻ നോക്കിയ ആ കൊക്ക്, കൊക്കിനെ പേടിപ്പിച്ച ആ നായ, ഓ നായയുടെ യജമാനനായ കുട്ടി, നിനക്ക് എന്റെ പേരറിയാമോ? എനിക്ക് നിന്റെ പേരറിയില്ല, ഞാൻ മേയ്ക്കുന്ന ഈ പശുവിനോട് ചോദിക്കൂ. കുട്ടി മറുപടി നൽകിയ ശേഷം ഈച്ച പറന്ന് ആ പശുവിന്റെ അടുത്തേക്ക് പോയി. പാവപ്പെട്ട വയസ്സായ മുത്തശ്ശി, മുത്തശ്ശിയുടെ മകൻ, മകന്റെ മഴു, ആ മഴുകൊണ്ട് മുറിച്ച മരം, മരത്തിലിരിക്കുന്ന പക്ഷികൾ, പക്ഷികൾ വെള്ളം കുടിച്ച കുളം, വെള്ളത്തിൽ കഴിയുന്ന മീനുകൾ,
മീനുകളെ പിടിക്കുന്ന കൊക്ക്, കൊക്കിനെ പേടിപ്പിക്കുന്ന പട്ടി, പട്ടിയുടെ ഉടമസ്ഥനായ കൊച്ചു പയ്യൻ. ഓ, പയ്യൻ മേയ്ക്കുന്ന പശുവേ, നിനക്ക് എൻ്റെ പേരറിയാമോ? എനിക്ക് നിന്റെ പേരറിയില്ല. ആ പയ്യൻ സവാരി ചെയ്യുന്ന എന്റെ അടുത്ത് മേയുന്ന ആ കുതിരക്കുട്ടിയോട് ചോദിക്കൂ. പശു കരഞ്ഞതിനു ശേഷം ഒടുവിൽ ആ ഈച്ച പറന്ന് കുതിരക്കുട്ടിയുടെ, അതായത് പകപ്പന്റെ അടുത്തേക്ക് പോയി. പാവപ്പെട്ട വയസ്സായ മുത്തശ്ശി, മുത്തശ്ശിയുടെ മകൻ, മകന്റെ മഴു, ആ മഴ കൊണ്ട് മുറിച്ച മരം, മരത്തിലിരിക്കുന്ന പക്ഷികൾ, പക്ഷികൾ വെള്ളം കുടിച്ച കുളം, വെള്ളത്തിൽ കഴിയുന്ന മീനുകൾ, മീനുകളെ പിടിക്കുന്ന കൊക്ക്, കൊക്കിനെ പേടിപ്പിക്കുന്ന പട്ടി, പട്ടിയുടെ ഉടമസ്ഥനായ കൊച്ചു പയ്യൻ, പയ്യൻ മേയ്ക്കുന്ന പശു, ഓ, ആ പയ്യൻ സവാരി ചെയ്യുന്ന കുതിരക്കുട്ടി. നിനക്ക് എൻ്റെ പേരറിയാമോ? അപ്പോൾ കുതിര ഇങ്ങനെ പറഞ്ഞു, നിന്റെ പേര് ഈ ഈ ഈ ഈ അത് കേട്ട് ഈച്ച, ഓഹോ, നീ പറഞ്ഞത് തികച്ചും ശരിയാണ്. എൻ്റെ പേര് ഈച്ച എന്നാണ്. കുതിരക്കുട്ടിയുടെ വിക്കിയുള്ള സംസാരം കേട്ട് ഈച്ച സന്തോഷത്തോടെ നിലവിളിച്ചു. പിന്നീട് ആ ഈച്ച സന്തോഷത്തോടെ പറന്ന് തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഒരു കാട്ടിൽ ഒരു അമ്മമാൻ തന്റെ 7 കുഞ്ഞുങ്ങൾക്കൊപ്പം താമസിച്ചിരുന്നു. അവളുടെ വീട് വളരെ വലുതും മനോഹരവുമായിരുന്നു. ഒരു ദിവസം രാവിലെ അവൾ മക്കളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഇപ്പോൾ സംസാരിക്കാനും നടക്കാനും പഠിച്ചല്ലോ. അതുകൊണ്ട് ഇര തേടി പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ പോയി കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് വാതിലടക്കണം. പിന്നെ എന്റെ ശബ്ദം കേട്ട് പുറത്തുള്ളത് ഞാനാണെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം നിങ്ങൾ വാതിൽ തുറക്കുക. അടുത്തുള്ള ഗുഹയിൽ ഒരു സിംഹമുണ്ട്. ചിലപ്പോൾ അവൻ നിങ്ങളെ പിടിച്ചേക്കാം. പക്ഷെ അമ്മേ, വാതിൽക്കൽ നിങ്ങളാണെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? ശരി, അതിനായി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ആ വഴി ഒരു കഴുതപ്പുലി കടന്നു പോകുന്നുണ്ടായിരുന്നു. അല്ല, ഇതെന്താ? അമ്മമാന്റെ വീട്ടിൽ നിന്ന് ഇതൊക്കെ എന്ത് ശബ്ദമാണ്? മക്കളെ, ഞാൻ വാതിലിന് പുറത്തു വരുമ്പോൾ ആദ്യം 3 തവണ വാതിലിൽ മുട്ടും. അതിനുശേഷം ഇങ്ങനെ പറയും, എന്റെ പൊന്നുമക്കളെ, വാതിൽ തുറക്കൂ, നിങ്ങളുടെ അമ്മ മാൻ വന്നിരിക്കുന്നു. ശരി അമ്മേ, ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം. ഓഹോ, അപ്പൊ ഇതാണ് വാതിൽ തുറക്കാനുള്ള രഹസ്യവാക്ക്. അമ്മമാൻ പോയി. കുഞ്ഞുങ്ങൾ ഉള്ളിൽ നിന്ന് വാതിലടച്ചു. കഴുതപ്പുലി പുറത്തുനിന്ന് അമ്മമാൻ പോകുന്നത് നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവൾ ദൂരേക്ക് പോയി മറഞ്ഞപ്പോൾ അവൻ വില്ലനെ പോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി കാണാൻ രസം. ഇനി ഈ 7 കുഞ്ഞുങ്ങളെയും ഞാൻ തന്നെ തിന്നും. കഴുതപ്പുലി വീടിന്റെ വാതിൽക്കൽ ചെന്ന് പറഞ്ഞു, എന്റെ പൊന്നുമക്കളെ, വാതിൽ തുറക്കൂ, നിങ്ങളുടെ അമ്മ മാൻ വന്നിരിക്കുന്നു. അടിപൊളി, അമ്മ വന്നല്ലോ. എല്ലാ കുഞ്ഞുങ്ങളും സന്തോഷിച്ചു. എന്നാൽ അതിൽ ഒരാൾ പറഞ്ഞു, അമ്മ പോയിട്ട് കുറച്ച് മിനിറ്റുകളെ ആയിട്ടുള്ളൂ. ഇത്ര വേഗം എങ്ങനെ വരാനാണ്? ഇതു കേട്ട് കഴുതപ്പുലി പതുക്കെ പറഞ്ഞു, അയ്യോ, ഈ പിള്ളേര് വലിയ വിരുദ്ധന്മാരാണല്ലോ. ശരി, എന്തെങ്കിലും ഒന്ന് ചെയ്യാം. കഴുതപ്പുലി കുറച്ചു നേരം നടന്നു. വീണ്ടും വാതിൽക്കൽ എത്തി. അവൻ 3 തവണ വാതിലിൽ മുട്ടി. എന്റെ പൊന്നുമക്കളെ, വാതിൽ തുറക്കൂ, നിങ്ങളുടെ അമ്മ മാൻ വന്നിരിക്കുന്നു. അടുത്ത ഗുഹയിൽ ഉറങ്ങുകയായിരുന്ന ഷേർഖാൻ കണ്ണു തുറക്കാതെ പറഞ്ഞു, ഏത് അഹങ്കാരിയാണ് ഈ സംസാരിക്കുന്നത്? ഇതും പറഞ്ഞ് അവൾ അപ്പുറത്തേക്ക് തിരിഞ്ഞു കിടന്നു. ഈ വശത്ത് മക്കൾ ആ ശബ്ദം കേട്ട് വാതിലിലേക്ക് നോക്കി. ഇത്തവണ ഇത് ഉറപ്പായും അമ്മ തന്നെയാണ്. അമ്മ പോയിട്ട് കുറേ നേരമായല്ലോ. അല്ല, ഈ ശബ്ദം പൊട്ടിയ മുള പോലെയാണ്. എന്റെ ചെവികൾക്ക് നല്ല വശമുണ്ട്. ഈ ശബ്ദം അമ്മയുടേതല്ല. എന്റെ അമ്മോ, ഈ പിള്ളേര് ഭയങ്കര ബുദ്ധിമാന്മാരാണ്. കഴുതപ്പുലി അവിടെ നിന്ന് നടന്ന് ഒരു കുയിലിന്റെ അടുത്തെത്തി. കുയിൽ പെങ്ങളെ, നീ വളരെ നന്നായി പാട്ട് പാടാറുണ്ടല്ലോ. നന്ദി കഴുതപ്പുലി. നിനക്ക് എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ കഴിയുമോ? നിനക്ക് വേണ്ടി ഏതു പാട്ട്?
പാട്ടിതാണ്. എന്റെ പൊന്നുമക്കളെ, വാതിൽ തുറക്കൂ, നിങ്ങളുടെ അമ്മ മാൻ വന്നിരിക്കുന്നു. അല്ല, ഇതെന്ത് തരം പാട്ടാണ്? എനിക്ക് വേണ്ടി നീ ഈ പാട്ട് പാടണം. ഞാൻ പറയുന്നിടത്ത് ചെന്ന് പാടണം. നീ അങ്ങനെ ചെയ്താൽ ഞാൻ നിനക്കൊരു പീച്ച് പഴം കൊണ്ടുവന്നു തരാം. പീച്ച് പഴം എനിക്ക് ഇഷ്ടമുള്ളതാണ്. ശരി, നീ പറയുന്നിടത്ത് വന്ന് ഞാൻ പാടിക്കൊടി കൊടുത്താം. വരൂ, എന്റെ കൂടെ പോരാം. ഇതു കേട്ട കുയിൽ കഴുതപ്പുലിയുടെ കൂടെ പോയി. അവൻ വീണ്ടും വാതിൽക്കലെത്തി കുയിലിനോട് മെല്ലെ പറഞ്ഞു. കുയിലേ, തുടങ്ങിക്കോ, ആ പാട്ട് പാടൂ. കുയിൽ പാടാൻ തുടങ്ങി. എന്റെ പൊന്നുമക്കളെ, വാതിൽ തുറക്കൂ, നിങ്ങളുടെ അമ്മ മാൻ വന്നിരിക്കുന്നു. അടിപൊളി! ഇതിപ്പോ അമ്മയുടെ ശബ്ദം തന്നെയാണ്. വരൂ, വേഗം വാതിൽ തുറക്കാം. ഇതു പറഞ്ഞ് ചെറിയ കുട്ടി വാതിലിനടുത്തേക്ക് പോയി. പക്ഷെ തുറക്കുന്നതിനു മുൻപ് വാതിലിനടിയിലൂടെ കഴുതപ്പുലിയുടെ കാലുകൾ അവൻ കണ്ടു. അരെ, ഹേയ്, നീ അമ്മയല്ല, നീ വേറെ ആരോ ആണ്. അല്ല മക്കളെ, ഞാൻ നിങ്ങളുടെ അമ്മ തന്നെയാണ്. വാതിൽ തുറക്കൂ. ശബ്ദം അമ്മയുടേത് പോലെയാണ്, പക്ഷെ നിന്റെ കാലുകൾ തീരെ അങ്ങനെയല്ല. ഇത് വളരെ വൃത്തികെട്ട കാലുകളാണ്. ഇത് പറഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം ചിരിക്കാൻ തുടങ്ങി. എന്റെ പൊന്നു, ഈ പിള്ളേർക്ക് നല്ല ബുദ്ധിയാണ്. കഴുതപ്പുലി ഇപ്പോൾ കുയിലിനെയും കൂട്ടി അവിടെ നിന്ന് പോയി. അമ്മമാനിനെ പോലെ കാലുകളുള്ള ഏതു മൃഗമാണുള്ളത്? അവൻ ചിന്തയിൽ ആണ്ടുപോയി. അപ്പോഴാണ് അവൻ ഒരു സീബ്രയെ കണ്ടത്. അതെ, ഈ സീബ്രയുടെ കാലുകൾക്ക് നല്ല മെലിയുണ്ട്, അമ്മമാരുടെ കാലുകൾ പോലെ. അവൻ സീബ്രയെ വിളിച്ചു. സീബ്ര, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ആ പറയൂ കഴുതപ്പുലി. നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കാലുകൾ ഞാൻ തിന്നു. അയ്യോ, വേണ്ട വേണ്ട, പറയൂ, എന്താ കാര്യം? ഞാൻ തീർച്ചയായും ചെയ്യാം. നീ എന്റെ കൂടെ വരിക, പിന്നെ മിണ്ടാതിരിക്കുക. ഇപ്പോൾ കഴുതപ്പുലി കുയിലിനെയും സീബ്രയെയും കൂട്ടി വീണ്ടും അമ്മമാന്റെ വാതിൽക്കലെത്തി. ഇപ്പോൾ വാതിലിനു മുന്നിൽ സീബ്ര നിന്നു. കുയിൽ പറന്നു നിന്നു. കഴുതപ്പുലി വശത്തും. കുയിലേ, തുടങ്ങിക്കോളൂ. എന്റെ പൊന്നുമക്കളെ, വാതിൽ തുറക്കൂ, നിങ്ങളുടെ അമ്മ മാൻ വന്നിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ കുട്ടി പറഞ്ഞു. ഈ ശബ്ദം നമ്മുടെ അമ്മയുടേത് തന്നെയാണ്. പിന്നെ രണ്ടാമൻ വാതിലിന്റെ അടിയിലൂടെ നോക്കി. പിന്നെ അതെ, ഈ കാലുകളും അമ്മയുടേതുപോലെ തന്നെയുണ്ട്. എന്റെ പൊന്നുമക്കളെ, വാതിൽ തുറക്കൂ, നിങ്ങളുടെ അമ്മ മാൻ വന്നിരിക്കുന്നു. ഈ ഒച്ച വീണ്ടും കേട്ടപ്പോൾ അടുത്ത ഗുഹയിൽ ഉറങ്ങുകയായിരുന്ന ഷേർഖാൻ ഉണർന്നു. ആരാണിത്? ഇത്രയും നേരായി ശബ്ദമുണ്ടാക്കുന്നു. എന്റെ ഉറക്കം കെടുത്തി. ഷേർഖാൻ നോക്കിയപ്പോൾ മാൻ അമ്മയുടെ വാതിൽക്കൽ സീബ്രയും കുയിലും കുഴിനരിയും നിൽക്കുന്നു. അപ്പൊ ഇവരാണല്ലോ ഇത്രയും നേരം എന്റെ ഉറക്കം കെടുത്തിയത്. അപ്പോൾ കുട്ടികൾ വാതിൽ തുറന്നു. മുന്നിൽ കഴുതപ്പുലിയെയും കുയിലിനെയും സീബ്രയെയും അവർ കണ്ടു. അല്ല, ഇവരാരൊക്കെയാണ്? വലിയ ബുദ്ധിമാന്മാരാകാൻ നോക്കിയതല്ലേ, ഇനി നോക്കിക്കോ, നിങ്ങളുടെ എല്ലാം ഞാൻ എങ്ങനെ എന്റെ ഇരയാക്കുമെന്ന്. മറുവശത്ത് നിന്ന് ഷേർഖാൻ ഇവർക്ക് നേരെ ഓടി വരുന്നുണ്ടായിരുന്നു. കഴുതപ്പുലി അത് ശ്രദ്ധിച്ചില്ല. പക്ഷെ സീബ്രയും കുയിലും അവനെ കണ്ടയുടനെ അവിടെ നിന്ന് മുങ്ങി. ഇനി നോക്കിക്കോ, ഓരോരുത്തരെയായി ഞാൻ തിന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയും, എന്നെ വിടൂ, എന്നെ വിടൂ, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ. ഇതു കേട്ട് കുഞ്ഞുങ്ങളെല്ലാം ഭയന്നുപോയി. കഴുതപ്പുലി വീടിന് നേരെ നടന്നെടുത്തപ്പോൾ ഷേർഖാൻ അവനെ ചാടിപ്പിടിച്ചു. ഞാൻ നിന്നെ വെറുതെ വിടില്ല. എന്റെ ഉറക്കം കളഞ്ഞില്ലേ? എന്നെ വിടൂ, എന്നെ വിടൂ, ആരെങ്കിലും എന്നെ രക്ഷിക്കൂ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ ഞാൻ എന്റെ ഇരയാക്കും. ഇതു പറഞ്ഞ് ഷേർഖാൻ കഴുതപ്പുലിയെ തന്റെ ഗുഹയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഉള്ളിൽ നിന്ന് കഴുതപ്പുലിയുടെ ഭയാനകമായ നിലവിളി ഗുഹയ്ക്ക് പുറത്ത് മുഴങ്ങിക്കേട്ടു. അപ്പോഴേക്കും അമ്മ മാൻ അവിടെ എത്തി. അല്ല മക്കളെ, നിങ്ങൾ എന്തിനാ വാതിൽ തുറന്നിരിക്കുന്നത്? അവളെ കണ്ടയുടനെ എല്ലാ കുഞ്ഞുങ്ങളും ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മേ! അല്ല മക്കളെ, എന്താ കാര്യമെന്ന് നിങ്ങൾ പറയണ്ടോ?
അമ്മേ, കഴുതപ്പുലി ഞങ്ങളെ എല്ലാം പട്ടിച്ചു. അവൻ കുയിലിനെ വെച്ച് അമ്മയുടെ ശബ്ദമുണ്ടാക്കി. സീബ്രയുടെ കാലുകൾ കാണിച്ചു. അതുകൊണ്ട് പുറത്ത് അമ്മയാണെന്ന് ഞങ്ങൾ കരുതി. അതുകൊണ്ടാണ് ഞങ്ങൾ വാതിൽ തുറന്നത്. എന്റെ ഈശ്വര, അവൻ ഇപ്പോൾ എവിടെയാണ്? അവൻ നിങ്ങളെ ഒന്നും ചെയ്തില്ലല്ലോ. അല്ലമ്മേ, വാതിൽ തുറന്നപ്പോൾ സീബ്രയും കുയിലും ഓടിപ്പോയി. പക്ഷെ ഷേർഖാൻ അങ്കിൾ അവനെ പിടിച്ച് സ്വന്തം ഗുഹയിലേക്ക് കൊണ്ടുപോയി. എന്ത്? ഇത് കേട്ട് അമ്മമാനും എല്ലാ കുഞ്ഞുങ്ങളും ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. വരൂ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ മുന്തിരിയും പ്ലം പഴങ്ങളും കഴിക്കാം. അതെ അമ്മേ, ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. എല്ലാവരും വീടിനുള്ളിൽ കയറി. കഴുതപ്പുലിയെക്കുറിച്ച് പറഞ്ഞ് ചിരിച്ചു മല്ലിച്ച് അവർ പഴങ്ങൾ കഴിക്കാൻ തുടങ്ങി. ആരോ ശരിയായി പറഞ്ഞിട്ടുണ്ട്, വഞ്ചനയും ചതിയും ചെയ്യുന്നവർക്ക് ഒരിക്കലും നല്ലത് വരില്ല.